ആലപ്പുഴ പൂച്ചാക്കലിലെ വീട്ടിൽ ഇപ്പോഴും ഒരു കുരുന്നിന്റെ ചോരയുടെ ഗന്ധമുണ്ട്. ജനിച്ച ഉടൻ പുറത്തു കേട്ട നവജാത ശിശുവിന്റെ കരച്ചിൽ അവളുടെ അമ്മയെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാകാം. പിന്നീട് ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് ആകെ അറിവുള്ളത് ഒരാൾക്ക് മാത്രമാണ്. ഡോണ എന്ന യുവതിയുടെ മൊഴികൾ കൊലപാതകമെന്ന സൂചനകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രസവശേഷം കുഞ്ഞ് കരഞ്ഞിരുന്നുവെന്ന് ഡോണ ഡോക്ടറോട് സമ്മതിച്ചതായി മൊഴിയുണ്ട്. പ്രസവം നടന്ന് 24 മണിക്കൂറിന് ശേഷം യുവതി കുഞ്ഞിനെ കാമുകന് കൈമാറുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല. പ്രസവം നടന്നത് ഡോണയുടെ വീട്ടിലെ മുറിയിലാണെന്നും അവശേഷിച്ച രക്തക്കറ കണ്ട് അമ്മ ചോദിച്ചപ്പോൾ മാസമുറ ആണെന്നാണ് മറുപടി നൽകിയതെന്നും വ്യക്തമായി. പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി സംസ്കരിച്ച കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി പോലീസിന് ലഭ്യമായിരിക്കുന്നു. അത് ഈ പെൺകുട്ടിയെ, അതായത് കുട്ടിയുടെ അമ്മയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർ നൽകിയ വിവരമാണ്. അതായത് ഈ കുട്ടി ജനിച്ചതിനു ശേഷം, അതായത് പ്രസവിച്ചതിന് ശേഷം പിന്നീട് കുട്ടി കരഞ്ഞിരുന്നു എന്ന ഈ യുവതി ഡോക്ടറോട് സംബന്ധിച്ചായുള്ള വിവരമാണ് ഡോക്ടർ പോലീസിന് കൈമാറിയിരിക്കുന്നത്. നമുക്കറിയാം, പോസ്റ്റ്മോർട്ടത്തിലടക്കം ഈ കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെ മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തേടാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ബോഡി ജീർണിച്ച അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ അത് കൃത്യമായ ഒരു ഫലം കാണാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ കുട്ടി പ്രസവത്തിന് ശേഷം കരഞ്ഞിരുന്നു എന്ന യുവതി ഡോക്ടറോട് പറഞ്ഞിരുന്നു എന്നുള്ള വിവരമാണ് ഡോക്ടർ കൈമാറിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കുട്ടി പ്രസവത്തിന് ശേഷം, അതായത് കുട്ടി ജനിച്ച് 24 മണിക്കൂറിന് ശേഷമാണ് ആൺ സുഹൃത്തായ തോമസിന് ഡോണ കുട്ടിയെ കൈമാറിയിട്ടുള്ളത് എന്നുള്ള സ്ഥിരീകരണമാണ്. അതായത് 7 രാത്രി പുലർച്ചെ 1:30 നവജാത ശിശുവിന് ജന്മം നൽകുന്നു. അതിനുശേഷം പിന്നീട് ഈ കുട്ടിയെ അന്ന് രാത്രി 7:30 ഡോണ തോമസിന് ഇത്തരത്തിലൊരു പ്രസവം നടന്നുവെന്നും കുട്ടി മരിച്ചുപോയി എന്നുള്ള വിവരം അറിയിക്കുന്നത്. 8 പുലർച്ചെ, അതായത് 24 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് തോമസിന്റെ കയ്യിലേക്ക് കുഞ്ഞെത്തുന്നത്. അപ്പോഴത്തേക്കും കുട്ടി മരിച്ചിരുന്നു എന്നുള്ള തോമസിന്റെ മൊഴി അത് വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഡോണയുടെ വീട്ടിലാണ് പ്രസവം നടന്നത്. ഡോണയുടെ മുറിയിലാണ്. രാത്രി പ്രസവത്തിന് ശേഷം ഡോണ ആ മുറി കഴുകി വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മുറിയിൽ രക്തക്കറ കണ്ട അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് മാസമുറയാണ് എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നു. ഡോണയെ വിശദമായി അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യും. മാത്രമല്ല, മറ്റു 2 പേർ, അതായത് ആൺസുഹൃത്തായ തോമസിനും തോമസിന്റെ കൂട്ടുകാരൻ അശോകിന്റെയും കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള നീക്കവും പോലീസ് നടത്തിയിട്ടുണ്ട്. പ്രധാനമായും പോലീസ് വിശ്വസിക്കുന്നത് ഈ തോമസും അതുപോലെ തന്നെ തോമസിന്റെ സുഹൃത്തായ തകഴി സ്വദേശിയുടെ വീടിന്റെ പരിസരത്തുള്ള കൊളനോടി പാടശേഖരത്തിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും ഈ കേസിനകത്ത് ഈ കുട്ടി മരിച്ച ശേഷം മാത്രമാണ് കുട്ടിയെ ഇവരുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. നിയമപരമായ സാധ്യതകളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഇവർ മറവ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഇവരുടെ മൊഴി വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഡോണയും അതിന് സമാനമായ രീതിയിലുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അതായത് ഗർഭാവസ്ഥയെ സംബന്ധിച്ചോ പ്രസവത്തെ സംബന്ധിച്ചോ താൻ വിവരം നൽകുന്നതിനപ്പുറത്തേക്ക്, അതായത് ഈ കഴിഞ്ഞ 7-ാം തീയതി വിവരം നൽകുമ്പോൾ മാത്രമാണ് തോമസിന് അറിയാമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിനു മുമ്പ് തോമസിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് ഡോണ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘവും ഇത് വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് പോകുന്നത്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളും ഒപ്പം ഈ കുട്ടിയെ പ്രസവിച്ച ശേഷം വീടിന്റെ ടെറസിൽ സൺഷെയ്ഡിലാണ് പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നത്. പിന്നീട് അത് വീടിന്റെ സ്റ്റെയർകേസിനടിയിലേക്ക് കുട്ടിയെ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കവറിനകത്താണ് കുട്ടി ഉണ്ടായിരുന്നത്. മാത്രമല്ല, സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് പൊക്കിൾ കൊടി മുറിച്ചിട്ടുണ്ട്. പക്ഷെ അത് ക്ലിപ്പ് ചെയ്യുകയോ മറ്റ് ടേപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. രക്തം വാർന്നു പോകുന്നതിനടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ച് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഈ കേസിൽ കൊലപാതക സാധ്യതയുണ്ടോ എന്ന് ഉള്ള ഒരു സാധ്യത തള്ളാതെ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.